ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി ഇന്ന് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേൾക്കും. സാങ്കേതിക വിദഗ്ധരായ CD തട്ടയും CK മേത്തയും സമിതിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. തട്ടയ്ക്കും മേത്തയ്ക്കുമെതിരെ സംസ്ഥാന സർക്കാർ ഉന്നതാധികാര സമിതിക്ക് പരാതി നൽകും. CPIM തൃശൂർ കൊല്ലം ജില്ലാ സമ്മേളനങ്ങൾ ഇന്ന് തുടങ്ങും. പെട്രോൾ വില വർധനയെ കുറിച്ച് തീരുമാനമെടുക്കാൻ എണ്ണ കമ്പനികളുടെ യോഗം ഇന്ന്. ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയം ഇന്ധന ദണ്ഡുകൾ വികസിപ്പിച്ചെടുത്തതായി ഇറാൻ. തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത മധ്യദൂര മിസൈലും ഇറാൻ പരീക്ഷിച്ചു. കായികം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി. സിൻഡർലാൻഡിനോട് തോറ്റത് മറുപടിയില്ലാത്ത ഒരു ഗോളിന്. ചെന്നൈ ഓപ്പൺ ടെന്നീസ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ ഇന്ന് ചെന്നൈയിൽ തുടങ്ങും. ഫൈനൽ മത്സരം 8-ന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ശാസ്ത്രവാർത്ത. പേരുള്ള നായ കടിച്ചാൽ പട്ടിയെ പോലെ കുരക്കുമോ? വിഷബാധയുടെ അവസാന ഘട്ടത്തിൽ രോഗികളുടെ പേശികൾക്ക് അതിചലനവും കാഠിന്യമായ സങ്കോചവും സംഭവിക്കുന്നു. രോഗിയുടെ കൈകാലുകളിലെ പേശികളുടെ അതിചലനവും സങ്കോചവും പട്ടികളുടെ അംഗചേഷ്ടകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. പേപ്പട്ടി വിഷബാധയേറ്റ രോഗി രോഗത്തിന്റെ ഒരു ഘട്ടത്തിലും പട്ടിയെപ്പോലെ ചേഷ്ടകൾ കാണിക്കുകയോ കുരയ്ക്കുകയോ ചെയ്യുന്നില്ല. കണ്ടപേശികളുടെ സങ്കോച നിമിത്തം രോഗിയുടെ ശബ്ദം ഭീകരമായി തോന്നാറുണ്ട്. കൗതുക വാർത്ത. എയ്ഡ്സ് ടെമ്പിൾ. എയ്ഡ്സിന് ക്ഷേത്രം എന്ന് കേട്ടാൽ അത്ഭുതപ്പെടാത്തവരാരുണ്ട്? എന്നാൽ കേട്ടോളൂ, എയ്ഡ്സിനും ഒരു അമ്പലമുണ്ട്. നിത്യപൂജയും ഭക്തരുമെല്ലാം ഈ അമ്പലത്തിനുമുണ്ട്. ക്ഷേത്രത്തിലെ മൂർത്തികൾ ആരാണെന്നറിയില്ലേ? മറ്റാരുമല്ല, മനുഷ്യനും എയ്ഡ്സ് വൈറസുമാണ് ക്ഷേത്രത്തിലെ മൂർത്തികൾ. ക്ഷേത്രത്തിൽ വന്നു പോകുന്നവരുടെ പ്രാർത്ഥന കേൾക്കൂ. ഒരിക്കലും ഞങ്ങളുടെ ഗ്രാമത്തിൽ എയ്ഡ്സ് എന്ന മഹാരോഗത്തിന്റെ വിത്തുകൾ വീഴ്ത്തരുതേ. കർണാടകയിലെ മെൻസിഗദനഹള്ളി എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. ഈ ഗ്രാമത്തിലെ 200-ലധികം കുടുംബക്കാരാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങിയത്. തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരാൾ എയ്ഡ്സ് മൂലം മരിച്ചതോടെയാണ് ഇവർ ക്ഷേത്ര നിർമ്മാണത്തിനൊരുങ്ങിയത്. ക്ഷേത്രത്തിലെ പൂജയും മറ്റും നടത്തുന്നത് ഗ്രാമത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ്. കൊട്ടേഷൻ. If a man be endowed with the generous അസൗകര്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സ്നേഹം, ഈ ഹോസ്പിറ്റാലിറ്റി, ഇതൊക്കെ മറ്റൊരു സ്ഥലത്തും കാണാത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും പ്രത്യേകമായി അനുഗ്രഹിച്ച ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് നിവാസികളാണെന്ന് എനിക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതിന് മറ്റു തലവും കൂടെയുണ്ട്. നിങ്ങൾ വൻകരയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ആർഭാടം, അല്ലെങ്കിൽ അവിടുത്തെ മേളക്കൊഴുപ്പ്, അല്ലെങ്കിൽ വർണ്ണക്കൊഴുപ്പ്, അല്ലെങ്കിൽ ശബ്ദപ്പൊലിമ, ഇതൊക്കെ നിങ്ങളെ ആകർഷിച്ചേക്കാം. പക്ഷേ അതൊക്കെ തൊലിപ്പുറത്ത് മാത്രം നിൽക്കുന്ന ഒരു പരിധിവരെ മാത്രം നമുക്ക് അനുഭവവേദ്യമാകുന്ന ചില സംഗതികളാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ശാന്തതയും സ്നേഹവും ഹോസ്പിറ്റാലിറ്റി അതുപോലെ എല്ലാ കാര്യങ്ങളും നശിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ പവിത്രമായ അല്ലെങ്കിൽ ഈ തനിമ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഈ സുദിനത്തിൽ ഞാൻ നേരുന്നു. എനിക്ക് അവസരം തന്ന പ്രിൻസിപ്പലിനോടും അതുപോലെ എന്നെ ഇവിടെ സ്വീകരിച്ച് എന്നെ കൊണ്ടുവന്ന നമ്മുടെ അങ്ങേ സെക്ഷനുള്ള ഹസീന ടീച്ചറിനോടും അതുപോലെ മറ്റുള്ള എല്ലാ ആളുകളോടുമുള്ള നന്ദി അതുപോലെ കടപ്പാടും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. എനിക്ക് അവസരം തന്ന सावधान. राष्ट्रगीत शुरू कर. मन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा विंध्य हिमाचल
शुभ आशीष मागे गाहे तप जय गाथा जनगण मंगल